ഭാരതീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ദേവരഹസ്യം. ഈ ലോകം എന്ന് പറയുന്നത് ഒരു അനുഭവ മണ്ഡലമാണ്. അറിവില്ലായ്മയിലാണ് ഓരോ ജീവനും വന്ന് പിറക്കുന്നത് തന്നെ. എവിടെ നിന്ന് വന്നു എന്നറിയില്ല, എവിടേക്കാണ് പോകുന്നത് എന്നറിയില്ല, എത്ര കാലം ഇവിടെ ഉണ്ടാകും എന്നറിയില്ല. കുറേ അനുഭവങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയില്ല. ഓർമ്മിക്കുക, ഇതെല്ലാം രഹസ്യമാണ്, നിഗൂഢമായ രഹസ്യം, ദേവരഹസ്യം. വേദവ്യാസ മഹർഷി മഹാഭാരതത്തിലെ സ്ത്രീ പർവത്തിൽ ഈ ദേവരഹസ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, ദുര്യോധനൻ മരിച്ചു. ദുര്യോധനൻ മരിച്ചു എന്ന വിവരം അറിഞ്ഞ ഉടൻ ധൃതരാഷ്ട്ര മഹാരാജാവ് പ്രജ്ഞയറ്റ് നിലം പതിച്ചു. അല്പം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ ദയനീയമായ വിധത്തിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. നിലത്ത് വീണ് ഉരുണ്ട് വിലപിക്കാൻ തുടങ്ങി. പശ്ചാത്താപ വിവശനാണ് അദ്ദേഹം. താൻ കാരണമാണ് ഈ യുദ്ധം ഉണ്ടായത്. ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും എന്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും വാക്കിനെ താൻ മാനിച്ചില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഈ അനർത്ഥങ്ങളെല്ലാം ഉണ്ടായത് എന്ന് കരുതി അതും ഇതും പറഞ്ഞ് പൊട്ടിക്കരയാണ് മഹാരാജാവ്. വിശ്വസ്ത മിത്രമായിട്ടുള്ള സഞ്ജയൻ രാജാവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സഞ്ജയൻ പറഞ്ഞു, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഈ സംഭവിച്ചതിന് ശേഷം വിലപിച്ചിട്ട് എന്ത് കാര്യം? അങ്ങയുടെ പുത്രൻ ദുര്യോധനൻ കാരണമാണ് ഈ യുദ്ധം ഉണ്ടായത്. ഇത്രയും പടകൾ നശിച്ചു, 100 മക്കളും നശിച്ചു. ഇനി വിലപിച്ചിട്ട് എന്ത് ഫലം? ഇനി ചെയ്യേണ്ട കർത്തവ്യം ഇവർക്കെല്ലാം മരണാനന്തര ക്രിയകൾ ചെയ്യുക എന്നതാണ്. അതിന് കൽപ്പന കൊടുക്കൂ. കുറച്ച് ആളുകൾ രാജ്യത്ത് അവശേഷിച്ചിട്ടുണ്ട്, അവരാ കൃത്യം നിർവഹിക്കും. അവിടെ നിന്ന് എഴുന്നേൽക്കൂ, കൽപ്പിക്കൂ. രാജാവ് എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. ഇത് കണ്ട് ജ്ഞാനിയായ വിതുരൻ അവിടെ വരും. വിതുരർ പറയും, രാജാവേ, അങ്ങ് അറിവുള്ളവനാണല്ലോ. മഹാത്മാക്കൾ തന്നെത്താൻ അനുഭവിക്കേണ്ട ദുഃഖം ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാറില്ല. ജനിച്ചാൽ മരിക്കും എന്നത് നിശ്ചയമല്ലേ? യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നിന്നാലും മരണസമയം അടുത്തിട്ടില്ലെങ്കിൽ മരിക്കുകയുമില്ല. ഇതവിടത്തേക്ക് അറിയാവുന്നതാണല്ലോ. എത്ര ജന്മം കഴിഞ്ഞു പോയിരിക്കുന്നു ഓരോരുത്തരുടെയും. അല്പസമയത്തേക്ക് ഇവിടെ വന്നു കൂടിയവരാണ് നമ്മൾ. ഈ ബന്ധങ്ങളെല്ലാം സങ്കല്പങ്ങളാണ് എന്ന് അവിടത്തേക്ക് അറിവുള്ളതാണല്ലോ. പിന്നെ ഇവിടെ നടന്നത് യുദ്ധമാണ്, ധർമ്മയുദ്ധം. യുദ്ധത്തിൽ മരിച്ചാലും ജയിച്ചാലും സ്വർഗം തന്നെയാണ്. കാരണം മരിച്ചാൽ വീരസ്വർഗം, ജയിച്ചാൽ യശസ്വിയാകും. അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളിലൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് ഇത്രയും അറിവുള്ള ആളാണ്. അതുകൊണ്ട് കർത്തവ്യ കർമ്മങ്ങൾ വിവേകപൂർവം ചെയ്യുക. ഇതാണിപ്പോൾ കരണീയം. ഇത് കേട്ടിട്ട് അല്പം സ്വസ്ഥനായി രാജാവ്. എങ്കിലും പൂർണ്ണമായ സ്വസ്ഥത ലഭിച്ചില്ല. അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. ഞാൻ മാത്രമായിട്ടിനി അവശേഷിച്ചിട്ട് എന്ത് ഫലം? ഇനി ആത്മഹത്യ ചെയ്യുന്നതാണ് ഉചിതം. എന്നിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആ സമയത്ത് അവിടെ വേദവ്യാസ മഹർഷി വന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയ്ക്ക് ഒരു ദേവരഹസ്യം പറഞ്ഞു തരാം. കുറച്ചു കാലം മുമ്പ് ഞാൻ ദേവസഭയിൽ പോയിരുന്നു. അവിടെ ആ സദസ്സിൽ ആ സമയത്ത് ഭൂമിദേവി വന്നു. ദുഃഖിതയായിരുന്നു ദേവി. ശിവശിവ ദുർജനഭാരമേവ ഭാരം എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടാണ് ഭൂമിദേവി അവിടെ വന്നത്. അവരുടെ സങ്കടത്തിന്
ഒരു ഉപായം നിർദ്ദേശിച്ചത് വിഷ്ണു ഭഗവാനാണ്. മഹാവിഷ്ണു പറഞ്ഞു, ദേവി, ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ദുര്യോധനൻ കലിയുടെ അവതാരമാണ്. സംഹാരത്തിനായിട്ട് അവതരിക്കും. ഘോര യുദ്ധം ഉണ്ടാവും, കനത്ത ആൾനാശം ഉണ്ടാവും. അന്ന് ദേവിയുടെ ഭാരം തീരും. ഇത് ദേവരഹസ്യം. അതുകൊണ്ട് മഹാരാജാവേ, അറിയൂ, ഈ യുദ്ധം, ആൾനാശം, ഈ ദുഃഖം എല്ലാം ഈശ്വരേച്ഛയാണ്, ആർക്കും തടുക്കാവുന്നതല്ല. അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. അത് മൂഢതയാണ്. വിവേകത്തോടുകൂടി സ്വന്തം കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് ഇവിടെ ചെയ്യാനുള്ളത്. വേദവ്യാസ മഹർഷിയുടെ ഈ വാക്കുകൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ അനുരണനം ചെയ്യേണ്ടത്. വിവേകത്തോടെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് പ്രധാനം. അതിലാണ് ജീവൻ്റെ ധന്യത, അതിലാണ് ജീവൻ്റെ സാർത്ഥകത. ഈ മഹർഷിയുടെ വാക്കുകൾ എക്കാലത്തെയും മാനവരാശിക്കുള്ള ഉപദേശങ്ങളാണ്. ദുഃഖം ഒന്നിനും പ്രതിവിധിയല്ല. ദുഃഖം സ്വധർമ്മ നിർവഹണത്തിന് തടസ്സമാകും. ഭഗവത്ഗീതയിൽ ഗീതോപദേശം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: വിഷാദിച്ചിരിക്കുന്ന അർജുനനോട് അശോച്യാൻ അന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗദാസൂന ഗദാസൂം ച നാനുശോചന്തി പണ്ഡിതാഹ. അർജുന, നീ നിന്റെ കർത്തവ്യ നിർവഹണത്തിൻ്റെ ഈ സമയത്ത് ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്തുകൊണ്ട്? അറിവുള്ളവർ ജീവിച്ചിരിക്കുന്നവരെയോ മരിച്ചുപോയവരെയോ കുറിച്ച് ദുഃഖിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കണം, ദുഃഖിക്കേണ്ടവരെക്കുറിച്ചാണോ ദുഃഖിക്കുന്നത്? ദുഃഖിക്കേണ്ട വസ്തുക്കളെക്കുറിച്ചാണോ നാം ദുഃഖിക്കുന്നത്? ദുഃഖം എന്തിനെങ്കിലും പ്രതിവിധിയാകുമോ? ഈ ദുഃഖം എൻ്റെ കർത്തവ്യ നിർവഹണത്തിന് തടസ്സമാകുമോ? ഭഗവാൻ ഗീതോപദേശം അവസാനിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്: സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അർജുന, നീ ഒരിക്കലും ദുഃഖിക്കരുത്. ധർമ്മം അധർമ്മം ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കെൽപ്പില്ലാത്തൊരവസരം വരുമ്പോൾ ഏകമായ പരമ്പൊരുളിനെ ആശ്രയിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ദുഃഖിക്കാതിരിക്കൂ. വേദവ്യാസ മഹർഷിയുടെ ഈ ഉപദേശം എത്രത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. ദുഃഖം ഒന്നിനും പ്രതിവിധിയല്ല. ദുഃഖം നമ്മെ തളർത്തുകയേ ഉള്ളൂ, വളർത്തുകയില്ല. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമാണ് നമുക്ക് ഈ ലോകത്തെ അറിയാനുള്ള ഉപകരണങ്ങൾ. ഇത് മൂന്നും പ്രവർത്തനക്ഷമമാവുകയില്ല ദുഃഖിക്കുമ്പോൾ. മനസ്സിനെ നിയന്ത്രിക്കാനാവില്ല. ബുദ്ധിയെ വിവേകപൂർവം മുന്നോട്ട് നയിക്കാൻ, ബുദ്ധി നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുകയില്ല. ഈ സത്യം അറിഞ്ഞിരുന്നു കൊണ്ട് കർത്തവ്യ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് ജീവിതത്തെ ധന്യമാക്കുക. ഇതാണ് വേദവ്യാസ മഹർഷിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ ധരിക്കേണ്ടത്. ഇതോടെ ഇന്നത്തെ ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.